നമ്മളിപ്പോൾ ഒരുപാട് ജിമ്മുകൾ കേരളത്തിൽ ഒരു 15 വർഷം മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ജിമ്മുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാട് പേര് ശരീരത്തിലെ എല്ലാ മസിലുകൾക്കും നല്ല അധ്വാനം കൊടുക്കുകയും അത് കൃത്യമായി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വർത്തമാനകാലത്തിൽ എനിക്ക് വല്ലാതെ തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അധ്വാനം കുറഞ്ഞ എക്സർസൈസ് ഇല്ലാത്ത അവയവമായി തലച്ചോറ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ തലച്ചോറിന് കാര്യമായിട്ട് അധ്വാനങ്ങളൊന്നുമില്ല. കാഴ്ചകൾ കാണുന്നു, പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ജീവിക്കുന്നു എന്നുള്ളതിനപ്പുറം തലച്ചോറിനൊരു എക്സർസൈസ് ഇല്ല. ഒരു മെൻ്റൽ എക്സർസൈസിൻ്റെ ഭാഗം കൂടിയാണ് വാക്കും വായനയും വാചകങ്ങളും എല്ലാം നമുക്ക് സമ്മാനിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ക്വസ്റ്റ്യനിങ്, നമുക്ക് അന്വേഷിക്കാൻ തോന്നുക എന്ന് പറയുന്നതാണ് വായനയിൽ നിന്നുണ്ടാകുന്ന ഒരു വലിയ ഗുണം. ഒരു കാര്യം കേട്ടു, നമ്മൾ മനസ്സിലാക്കി അതെന്താണ് എന്ന് ആലോചിക്കാൻ തുടങ്ങുമ്പോൾ കാഴ്ചയിൽ ഈ പ്രശ്നമില്ല, വായനയിൽ ആ സുഖമുണ്ട്. നമുക്ക് അത്തരത്തിൽ ചിന്തിച്ച് പോകാൻ പറ്റും. ഇപ്പോൾ ചെറിയ ചെറിയ വാക്കുകൾ ആദ്യം ഉണ്ടാകുന്നു. മറ്റു ഭാഷകളെക്കാൾ പദധാരാളിത്തമുള്ള ഒരു ഭാഷയാണ് നമ്മുടെ. എങ്ങനെയാണ് കൂടുതൽ വാക്കുകൾ ഉണ്ടാകുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഒരു വാക്കുണ്ടായി, അത് വളരെ കൊളോക്കിയലായിട്ട് നമ്മളൊരു വാക്ക് സംസാരിക്കുന്നു. അപ്പോൾ ചിലർ ഇപ്പോൾ ഒരു കാമുകൻ കാമുകിയെ വർണ്ണിക്കുമ്പോൾ ചിലപ്പോൾ വേണേൽ പറയാം, എനിക്ക് നിന്നെ വർണ്ണിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അവൻ്റെ വികാരം അവൻ്റെ കൈവശമുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വർണ്ണിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് വേറെ 2 വാക്കുകൾ എടുത്തോ അന്യഭാഷയിൽ നിന്ന് ചില വാക്കുകളൊക്കെ എടുത്ത് പുതിയ വാക്കുകൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും ആലങ്കാരികമായി ഓരോ വാക്കുകൾക്കും കാലഘട്ടത്തിൽ പല 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 വാക്കുകൾ ഉപയോഗിച്ച് മുന്നിലേക്ക് പോയിട്ടാണ് 10ഉം 15ഉം 20ഉം പര്യായ പദങ്ങൾ മറ്റു ഭാഷകളില്ലാത്തതിനേക്കാൾ കൂടുതൽ. ഇംഗ്ലീഷിലൊക്കെ ഐസിന് ഐ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു വാക്കുണ്ടാവില്ല. സൂര്യന് സൺ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു വാക്കുണ്ടാവില്ല. വലിയ സാഹിത്യവും ലിറ്ററേച്ചറുമുള്ള ഭാഷകളിലാണ് പദധാരാളിത്തമുള്ളത്. ഒരു സാധനത്തിന് 20ഓളം പര്യായ പദങ്ങൾ, പലതരത്തിലുള്ള അർത്ഥങ്ങൾ, നാനാർത്ഥങ്ങൾ, ഇതെല്ലാം ഉണ്ടാകുന്നത് കാലങ്ങളോളം ആളുകൾ അവനവൻ്റെ ഉപയോഗത്തിന് ഇതിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് വളർന്നു വന്നതാണ്. ഇതാണ് നമ്മുടെ തലച്ചോറിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ എക്സർസൈസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള അന്വേഷണാത്മകത ഇതിലൂടെ വരിക, സാഹിത്യത്തിലൂടെ വരിക എന്ന് പറയുന്നതാണ്.